എല്ലാവർക്കും ഒന്നുകൂടെ നമസ്കാരം. അർജുനന്റെ ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഭഗവാൻ വിശ്വരൂപം കാട്ടിക്കൊടുക്കാൻ തയ്യാറായി. അതിനു മുന്നേ ഭഗവാൻ പറഞ്ഞു, നിന്റെ സാധാരണ കണ്ണുകൾ കൊണ്ട് നിനക്ക് ഈ രൂപം കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് നിനക്ക് ഞാൻ ദിവ്യ ചക്ഷുസ്, ദിവ്യ നേത്രങ്ങൾ ഇതാ നൽകുകയാണ്. അങ്ങനെയുള്ള ഭഗവാൻ നൽകിയ ആ ദിവ്യദൃഷ്ടി ഉപയോഗിച്ചിട്ടാണ് അർജുനൻ ഭഗവാന്റെ വിശ്വരൂപം കാണുന്നത്. എന്നിട്ട് ഭഗവാൻ പറയാണ്, എന്തൊക്കെയാണ് കാണുന്നതെന്ന് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ. കുറെ കാര്യങ്ങൾ, ഇതൊക്കെ നിനക്ക് കാണാം. ആദിത്യന്മാരെ കാണാം, രുദ്രന്മാരെ കാണാം, അശ്വിനി ദേവകളെ കാണാം, മരുത്തുക്കളെ കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഇതുവരെ നീ ദർശിക്കാത്ത പലതും കാണാൻ വേണ്ടി സാധിക്കും. എല്ലാം എൻ്റെ ഈ ശരീരത്തിൽ ഇവിടെ സ്ഥിതി ചെയ്യുന്നതായിട്ട് നിനക്ക് കാണാൻ വേണ്ടി സാധിക്കും. അർജുന, ഇനി നിനക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട്, സ്പെസിഫിക് ആയിട്ട് ഇന്നതെനിക്ക് കാണണം എന്നാണെങ്കിൽ അതും നിനക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഭഗവാൻ ആ വിശ്വരൂപം അർജുനന് കാട്ടിക്കൊടുക്കുന്നത് ഇതേപോലെ ദിവ്യദൃഷ്ടി നൽകിയിട്ടുള്ള സഞ്ജയനും കൊട്ടാരത്തിലിരുന്ന് കണ്ടിട്ട് ധൃതരാഷ്ട്രക്ക് വിവരിച്ചു കൊടുക്കുന്ന ഭാഗമാണ് ആദ്യം വന്നിരിക്കുന്നത്. സഞ്ജയ ഉവാച ഏവമുക്ത്വാ തതോ രാജൻ മഹായോഗേശ്വരോ ഹരിഃ ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം. ഹേ രാജാവേ, മഹായോഗേശ്വരനായിട്ടുള്ള ശ്രീകൃഷ്ണൻ അർജുനനായിക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ആ രൂപം അങ്ങോട്ട് കാട്ടിക്കൊടുത്തു എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു, മഹായോഗേശ്വരനാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ള സൂചന ഇവിടെ സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് നൽകുന്നുണ്ട്. ഇതൊക്കെ ഞാൻ കണ്ടു. അവിടെ ധൃതരാഷ്ട്രക്ക് ഇതൊന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. കുറെ നാളിന് ശേഷമാണ്, അതായത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് യുദ്ധമൊക്കെ തുടങ്ങി ഭീഷ്മര് വീണതിന് ശേഷമാണ് ഇത് പറയുന്നത് എന്നുള്ളത് ഓർക്കണം. അപ്പോഴെങ്കിലും നിർത്തിക്കോട്ടെ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്താണ് കാണുന്നത്? അനേക വക്ത്രനയനം, അനേക അദ്ഭുത ദർശനം, അനേക ദിവ്യാഭരണം, ദിവ്യാനേകോദ്യതായുധം, ദിവ്യമാല്യാംബരധരം, ദിവ്യഗന്ധാനുലേപനം, സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. ഭഗവാന്റെ രൂപം പൂജയ്ക്ക് വേണ്ടിയിട്ട് അണിയിച്ചൊരുക്കുന്ന ഒരു ഭാവത്തിലാണ് ഈ ശ്ലോകം ഉള്ളത് എന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഒരുപാട് മുഖങ്ങളും ഒരുപാട് കണ്ണുകളും അങ്ങനെ മുഴുവൻ ലേപനമൊക്കെ പൂശിയിട്ടുള്ളത് പോലെ വളരെ മനോഹരമായിട്ട് ഗന്ധലേപനങ്ങളൊക്കെ പൂശിയിട്ടുണ്ട്. ഒരുപാട് അദ്ഭുത കാഴ്ചകളുണ്ട്. ഒരുപാട് മാലകളൊക്കെ ഇട്ടിട്ടുണ്ട്. ദിവ്യങ്ങളായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രകാശ സ്വരൂപനായിട്ടുള്ള, അനന്തരൂപനായിട്ടുള്ള ആ ഭഗവാനെ അർജുനൻ കണ്ടു. അത് സഞ്ജയനും കണ്ടു. ആ രൂപമാണ് ധൃതരാഷ്ട്രക്ക് വിവരിച്ചു കൊടുത്തത്. സർവതോമുഖനായിട്ട് എല്ലാ ഭാഗത്തും നോക്കുന്നതായിട്ടുള്ള, എല്ലാ ഭാഗത്തേക്കും മുഖങ്ങളുള്ളതായിട്ടുള്ള ആ രൂപം വിവരിച്ചു കൊടുക്കുകയാണ്. സഞ്ജയൻ പിന്നെയും പറയാണ്, ദിവി സൂര്യ സഹസ്രസ്യ ഭവേദ്യുഗപദുത്ഥിത യദി ഭാസദൃശീ സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ. ആകാശത്തിൽ 1000 സൂര്യന്മാര് ഉദിച്ചുയർന്നാൽ, ഒരുമിച്ചുദിച്ചുയർന്നാലുള്ള ശോഭ ചിലപ്പോൾ ആ ദിവ്യ രൂപത്തിന്റെ ശോഭയോളം എത്തിയേക്കാം. ആ ഒരു സംശയം പ്രകടിപ്പിക്കുകയാണ് അവിടെ സഞ്ജയൻ ചെയ്യുന്നത്. തത്രൈകസ്ഥം ജഗത്കൃത്സ്നം പ്രവിഭക്തമനേകഥാ അപശ്യദ്ദേവദേവസ്യ ശരീരേ പാണ്ഡവസ്തദാ. ആ ദിവ്യസൂര്യ സഹസ്രസ്യ എന്നുള്ള സമയത്ത് നമ്മൾ ആരതി ഒഴിയുന്നതായിട്ടാണ് നമ്മൾ സങ്കല്പിച്ചത്. ഭഗവാന്റെ ആ രൂപത്തിന് ആരതി ഒഴിയുന്ന പോലെ. കാരണം ആ ശോഭ കൊണ്ട് ആ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശം ഭഗവാന് സമർപ്പിക്കുന്ന ആരതിയായിട്ട് നമ്മൾ കണ്ടു. അതിനുശേഷം
ഇങ്ങനെ അനേക പ്രകാരത്തിൽ വിഭജിച്ച് കിടക്കുന്ന പ്രപഞ്ചത്തിലെ സർവ്വതും അർജുനൻ ആ ഭഗവാന്റെ വിശ്വരൂപത്തിന്റെ ആ ശരീരത്തിനകത്ത് എല്ലാം കാണുകയാണ്. അങ്ങനെ പാണ്ഡവനായിട്ടുള്ള അർജുനൻ ഇതൊക്കെ ആ ശരീരത്തിൽ ഒന്നിച്ച് ഒരിടത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നതായിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. തതസ്സ വിസ്മയാവിഷ്ടഃ ഹൃഷ്ടരോമാധനഞ്ജയഃ പ്രണമ്യ ശിരസാ ദേവം കൃതാഞ്ജലിരഭാഷതാം. അതൊക്കെ കണ്ടിട്ട് വിസ്മയാവിഷ്ടനായിട്ട്, അത്ഭുത സ്തബ്ധനായിട്ട്, രോമാഞ്ചം പൂണ്ടവനായിട്ടുള്ള അർജുനൻ ഭഗവാനോട് താണ് വണങ്ങിക്കൊണ്ട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. അതാണ് പറയുന്നത്. അപ്പൊ ഈ 13, 14 ശ്ലോകങ്ങളിൽ ആ രൂപം കണ്ടിട്ട്, ആ ഭഗവാന്റെ വിഗ്രഹം കണ്ടിട്ട് അതിലേക്ക് നമ്മൾ ലയിക്കുന്ന ഭാവമാണ് വേദവ്യാസർ പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്ന് ആചാര്യന്മാര് പറയുന്നതും നമ്മൾ കേട്ടു. അതിനുശേഷം അർജുനൻ വിവരിച്ചു തുടങ്ങുകയാണ്. അർജുന ഉവാച പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാംസ്തഥാ ഭൂതവിശേഷ സംഘാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷിംശ്ച സർവാനുരഗാംശ്ച ദിവ്യാൻ. ഭഗവാനെ, നിന്റെ ഈ ശരീരത്തില് ഞാൻ ദേവത ഗണങ്ങളെ മുഴുവൻ കാണുകയാണ്, സകല ജീവജാലങ്ങളെയും ഞാൻ കാണുകയാണ്. കമലാസനത്തിൽ ഇരിക്കുന്ന ആ ബ്രഹ്മദേവനെ മാത്രമല്ല, ഈ ഭൂമിയിൽ ഇഴഞ്ഞു നടക്കുന്ന പലതരത്തിലുള്ള ഉരഗങ്ങളെ പോലും ഞാൻ അവിടെ കാണുകയാണ്, ഋഷിമാരെയും ഞാൻ അവിടെ കാണുന്നു എന്ന് 15-ാമത്തെ ശ്ലോകത്തില് അർജുനൻ പറഞ്ഞു. 16 അനേക ബാഹൂദര വക്ത്ര നേത്രം പശ്യാമി ത്വാം സർവതോനന്ദരൂപം നാന്തം ന മധ്യം ന പുനസ്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ. ഒരുപാട് കൈകളുണ്ട്, ഒരുപാട് വയറുകളുണ്ട്, വായകളും കണ്ണുകളൊക്കെ അങ്ങനെ ഒരുപാടുണ്ട്. എത്രയാണെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. അനന്തരൂപനായിട്ടാണ് ഞാൻ നിന്നെ കാണുന്നത് ഭഗവാനെ. എവിടെയാണ് ഞാൻ കാണുന്നത്? എല്ലായിടത്തും നീ മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും നീ നിറഞ്ഞു നിൽക്കുകയാണ്. വിശ്വേശ്വരനായിട്ടുള്ള ഭഗവാനെ, വിശ്വരൂപ, ഇന്ദിരവടിയുടെ ഭഗവാന്റെ ആദിയും മധ്യവും അന്തവും ഒന്നും എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഭഗവാനാണ്. അപ്പൊ പിന്നെ ആദിയും മധ്യവും അന്തവും ഒന്നും അവിടെ പ്രസക്തി ഇല്ലാതാവുകയാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഭഗവാനെ ഞാൻ കാണുകയാണ്. എവിടെയാണ് കാണുന്നത്? ഈ ശരീരത്തിലാണ് കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ശരീരത്തിലേക്കാണ് മുഴുവൻ പോയിരിക്കുന്നത്. എന്നിട്ട് ആ ഒരു പ്രത്യേക ഭാവത്തിലിരുന്ന് നോക്കുമ്പോൾ പിന്നെ വേറെ ഒന്നും കാണുന്നില്ല. മുഴുവൻ എല്ലായിടത്തും ഭഗവാനെ മാത്രമേ അർജുനൻ ദർശിക്കുന്നുള്ളൂ. എന്നിട്ട് അടുത്ത 17-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ പോവാണ്. എങ്ങനെയാണ് കാണുന്നതെന്ന് വിവരിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് 18-ാമത്തെ ശ്ലോകം മുതൽ ഭഗവാനോടുള്ള സ്തുതിയാണ് ഏകദേശം. അപ്പൊ 17-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. കമല ചേച്ചി ചൊല്ലാമോ? ഞാൻ ചൊല്ലട്ടെ. കിരീടിനം ഗദിനം ചക്രിണം ച കിരീടിനം ഗദിനം ചക്രിണം ച തേജോരാശിം സർവതോ ദീപ്തിമന്തം തേജോരാശിം സർവതോ ദീപ്തിമന്തം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് പശ്യാമി ത്വം ദുർനിരീക്ഷ്യം സമന്താത് ദീപ്താനലാർക്കദ്യുതിമപ്രമേയം ദീപ്താനലാക്യ ദുതിമപ്രമേയം. സോന ചേച്ചി. കിരീടിനം ചക്രിണം ച കിരീടിനം ഗദിനം ചക്രിണം ച തേജോരാശിം സർവതോ ദീപ്തിമന്തം തേജോരാശിം സർവതോ ദീപ്തിമന്തം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് പശ്യാമി ത്വം ദുർനിരീക്ഷ്യം സമന്താത്
ദീപ്താനലാർക്കദ്യുതിമപ്രമേയം അനലർക്ക ദ്യുതിമപ്രമേയം. ഓക്കെ. വൃന്ദാമ. കിരീടിനം ഗദിനം ചക്രിണം ച കിരീടിനം ഗദിനം ചക്രണം ച തേജോരാശിം സർവതോ ദീപ്തിമന്തം തേജോരാശിം സർവതോ ദീപ്തിമന്തം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് ദീപ്താനലാർക്കദ്യുതിമപ്രമേയം ദീപ്താനലാർക്കദ്യുതിമപ്രമേയം. വളരെ രസകരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. കിരീടിനം ഗദിനം ചക്രിണം ച നമുക്ക് പരിചയമുണ്ട്. തേജോരാശിം സർവതോ ദീപ്തിമന്തം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് ദീപ്ത അനല അർക്കദ്യുതിം അപ്രമേയം. ആ വാക്കുകളൊക്കെ പരിചയമുണ്ടാവും. ദീപ്തം, അനലൻ, അർക്കൻ, ദ്യുതി, അപ്രമേയം. അപ്പോൾ പരിചയമുള്ള വാക്കുകളായി അത്. ദീപ്താനൽ അർക്കദ്യുതിം അപ്രമേയം എന്ന് പറയുമ്പോൾ ഏതോ പരിചയമില്ലാത്ത വാക്കാണ്. പക്ഷെ അതിനെ നമ്മൾ അർത്ഥം മനസ്സിലാക്കിയിട്ട് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. ദീപ്താനല അർക്കദ്യുതിം അപ്രമേയം. കിരീടിനം. എങ്ങനെയാണ് ഞാൻ നിന്നെ കാണുന്നത്? കിരീടം ധരിച്ചവനായിട്ട്. നേരത്തെ എത്രയാണ് മുഖങ്ങൾ ഉള്ളതെന്നൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയാണ് കിരീടം ധരിച്ചവനായിട്ട് ഞാൻ നിന്നെ കാണുന്നു. എല്ലാ തലകളിലും കിരീടം ഉണ്ടായിട്ടുണ്ടാവണം. പക്ഷെ ആ രൂപം നമുക്ക് പരിചയമുള്ള രൂപമാണ്. എല്ലാ ചിത്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന വിഷ്ണുവിന്റെ രൂപം ഒന്ന് സങ്കല്പിച്ചു നോക്കുക. കിരീടം ധരിച്ചവനായിട്ട് ഞാൻ നിന്നെ കാണുന്നു. ഗദിനം, ഗദ ധരിച്ചവനായിട്ട് ഞാൻ നിന്നെ കാണുന്നു. ചക്രിണം ച, ചക്രം ധരിച്ചവനായിട്ട് ഞാൻ നിന്നെ കാണുന്നു. തേജോരാശിം സർവതോ ദീപ്തിമന്തം. തേജസ് അവിടെ നിന്ന് ഇങ്ങനെ പ്രവഹിക്കുകയാണ്. തേജോരാശി, അത്രയും തേജസ്സാണ് അവിടെ ഉള്ളത്. സർവതോ ദീപ്തിമന്തം, സർവതഃ ദീപ്തിമന്തം. സർവ്വതിനെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഭഗവത് രൂപം. അങ്ങനെയുള്ള രൂപമാണ് ഭഗവാനെ ഞാൻ കാണുന്നത് എന്നാണ് പറയുന്നത്. പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത്. സമന്താത് പശ്യാമി, എല്ലായിടത്തും ഞാൻ കാണാണ്. പശ്യാമി, കാണുന്നു. സമന്താത്, എല്ലായിടത്തും ഞാൻ കാണുന്നു. എങ്ങനെയാണ്? ദുർനിരീക്ഷ്യം, നിന്നെ അങ്ങോട്ട് നോക്കാൻ പറ്റുന്നില്ല. സൂര്യൻ അവിടെ ഉണ്ടോ ചോദിച്ചാൽ നമുക്കറിയാം അല്ലെ. സൂര്യൻ എങ്ങനെയാണ് നട്ടുച്ചക്ക് കത്തി നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. നോക്കുന്ന സമയത്ത് കുറെ പ്രകാശ വലയങ്ങൾ കാണാം. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയും ബ്ലാക്ക് ഇതൊക്കെ കാണാൻ വേണ്ടി പറ്റും. ചെറുപ്പത്തിൽ നോക്കരുത് എന്ന് പറയുന്നതുകൊണ്ട് ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവും. സൂര്യനെ ഡയറക്റ്റ് നോക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്നാ പിന്നെ ഒന്ന് നോക്കണമല്ലോ. നമ്മൾ നോക്കിയാൽ നമുക്ക് പറ്റില്ല അത് നോക്കാൻ. അപ്പൊ അതുപോലെയാണ് കാണുന്നത്. ദുർനിരീക്ഷ്യം. എന്തുകൊണ്ടാ? സർവതഃ ദീപ്തിമത, എല്ലായിടത്തും അതിനെ ശോഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രകാശ രൂപത്തിനെ നമുക്ക് എങ്ങനെ നോക്കാൻ വേണ്ടി പറ്റുക? നല്ല ബുദ്ധിമുട്ടാണ് കാണാൻ. ദുർനിരീക്ഷ്യമാണ്, നേരെ അങ്ങോട്ട് നോക്കാൻ വേണ്ടി പറ്റുന്നില്ല. ദീപ്ത അനല അർക്കദ്യുതിം. ദീപ്തം, ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അനലൻ അഗ്നിയാണ്. അനലന്റെയും അർക്കൻ സൂര്യനാണ്. അർക്കന്റെയും പ്രഭയുള്ളവനായിട്ട്, ദ്യുതിയുള്ളവനായിട്ട് ഞാൻ നിന്നെ കാണുകയാണ്. അപ്രമേയം ത്വാം. അപ്രമേയം, അളക്കാൻ പറ്റാത്തത്ര. എത്ര വലിപ്പമുണ്ടെന്നൊന്നും ചോദിച്ചാൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ അപ്രമേയനായിട്ട് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് വിഭജിക്കാൻ പറ്റാത്തവനായിട്ടെന്നാണ്. ഒരു സംഗതിന്റെ വലിപ്പമൊക്കെ നമുക്ക് പറയണമെങ്കിൽ, നമുക്ക് സങ്കല്പിക്കണമെങ്കിൽ അതിനൊരു അതിരൊക്കെ ഉണ്ടാവണം. എവിടെ നിന്ന് എവിടെ വരെ എന്നൊക്കെ ഉണ്ടാവണം. ഇത് അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു അശക്യ പരിച്ഛേദം എന്നാണ് വാക്ക് ശങ്കരാചാര്യർ പ്രയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആ രൂപത്തെ ഞാൻ കാണുന്നു. ഇതൊക്കെ പറയുമ്പോൾ
ശങ്കരാചാര്യ ആടിയാണ് അങ്ങ് തന്ന ഈ രൂപം കൊണ്ട് എന്തൊക്കെയോ എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു, അതിന്റെ ഒരു ഭാഗമൊക്കെയാണ് ഞാൻ കാണുന്നത്, അതാണ് ഞാൻ പറയുന്നത് എന്നുള്ള ഭാവത്തിലാണ് അർജുനൻ പറയുന്നത്. കണ്ണ് കാണാത്തവർ ആനയെ കാണാൻ പോയ പോലത്തെ ഒരു കഥയില്ലേ, നമ്മൾ പറയില്ലേ, എങ്ങനെയാ ആന ചോദിക്കുന്ന സമയത്ത് ചൂല് പോലെയാണെന്നൊക്കെ പറയും, ചില ആൾക്കാർ മുറം പോലെയാണെന്ന് പറയും, ചില ആൾക്കാർ വലിയ ഡ്രം പോലെയാണെന്ന് പറയും. അതുപോലെ അർജുനൻ എന്തൊക്കെയോ കണ്ടിട്ട് ഓരോന്നും അങ്ങോട്ട് വിളിച്ചു പറയാണ്. ആ രൂപം ഒന്ന് സങ്കല്പിച്ചു നോക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓംനാഥ്ജി, ദ്യുതി എന്താണ്? ശോഭ, ദ്യുതി, അതിന്റെ പ്രകാശിക്കുന്നത്, ദ്യുതി ശോഭ. അതാണ് ദീപ്ത അനല അർക്കദ്യുതിം, ജ്വലിക്കുന്ന അഗ്നിയുടെയും സൂര്യന്റെയും പ്രഭയുള്ളവനായിട്ട് അങ്ങയെ കാണുന്നു. കിരീടിനം, കിരീടം ധരിച്ചവനായിട്ട്, ഗദിനം, ഗദ ധരിച്ചവനായിട്ട്, ചക്രിണം, ചക്രം ധരിച്ചവനായിട്ട് ഞാൻ കാണുന്നു. ഏതോ രാശി പറയുമ്പോ അങ്ങോട്ട് നമ്മുടെ ഉള്ളിൽ ആ തേജസ് അങ്ങോട്ട് കയറണം. തേജോ രാശി, ഇങ്ങനെ തേജസ് ശോഭ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന രൂപമായിട്ട് നമുക്ക് മനസ്സിലാവണം. എങ്ങനെയാണത്? സർവതോ ദീപ്തിമന്തം, എല്ലാ ഭാഗത്തിനെയും എല്ലാത്തിനെയും അത് പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രൂപമാണ്. എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. അതിനെങ്ങനെ വർണ്ണിക്കാം? നമ്മളെ ഇലക്ട്രിസിറ്റി ആണോ ബൾബിനെ പ്രകാശിപ്പിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ സൂര്യനെ പ്രകാശിപ്പിക്കുന്നത് എന്താണ്? നമ്മൾ അഗ്നി വിളക്ക് വെക്കുന്ന സമയത്ത് അതിനെ പ്രകാശിപ്പിക്കുന്നത് എന്താണ്? നമ്മളെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത് എന്താണ്? കണ്ണവിടെ ഉണ്ടായാലും നമുക്കിതൊന്നും കാണാൻ പറ്റണമെന്നില്ല. അതിന്റെ ഉള്ളിൽ പ്രകാശം എത്തി അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് നമ്മൾ സംഭവം നമ്മുടെ ബ്രെയിനിലേക്കൊക്കെ പോകണം. അതിനെ പ്രകാശിപ്പിക്കുന്ന എന്താണ്? ഇവിടെ കാണുന്ന മുഴുവതിനും പ്രകാശമുണ്ട്. എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നത് എന്താണോ അതാണ് ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത്. നമുക്കതിനെ നേരിട്ട് അങ്ങോട്ട് നോക്കിയിട്ടൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ദുർനിരീക്ഷമാണ്, കണ്ണ് മഞ്ഞളിഞ്ഞു പോകും, അപ്പൊ തന്നെ തിരിച്ചു നോക്കാനേ പറ്റുള്ളൂ. അത്രയും ശോഭ ചൊരിയുന്ന രൂപമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് രസാണത്! തേജോമയനായിട്ട് എല്ലായിടത്തും പ്രകാശിക്കുന്നവനായിട്ട്, എനിക്ക് നോക്കാൻ പറ്റാത്ത അത്രയും ആളിക്കത്തുന്ന അഗ്നിയുടെയും സൂര്യന്റെയൊക്കെ തേജസ്സോട് കൂടിയവനായിട്ട്, അത്രയും പ്രഭയുള്ളവനായിട്ട് ഭഗവാനെ അങ്ങയെ ഞാൻ കാണുകയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് ഈ വിഷ്ണു ഭഗവാന്റെ കയ്യിലുള്ള ശംഖ, ചക്ര, ഗദ, പത്മങ്ങളൊക്കെ സൂചിപ്പിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ആരെങ്കിലും? നമ്മൾ പറയുമ്പം ശംഖ്, ചക്ര, ഗദാധാരിയായിട്ട് ആളെങ്ങനെ നിൽക്കുന്നു എന്ന് പറയുന്നില്ലേ? എന്തായിരിക്കും ഇതൊക്കെ സൂചിപ്പിക്കുന്നത്? വെറുതെ ഒരു ചിത്രം അങ്ങനെ ഉണ്ടാക്കി വെക്കില്ലല്ലോ. അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ ശരിക്കും എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവണം. അങ്ങനെ ഇരിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ എന്നാണ് എൻ്റെ വിശ്വാസം. എവിടെയെങ്കിലും എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? രാമായണത്തില് വരുന്ന എന്തുവാ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ, അവരെ കമ്പയർ ചെയ്ത് അവരല്ലേ ഇങ്ങനെ വരുന്നത്. സോ സംരക്ഷണം, പിന്നെ ധൈര്യം. ലക്ഷ്മണൻ എന്ന് പറയുമ്പോൾ എപ്പോഴും കൂടെ ഉണ്ടാവും, ശ്രദ്ധയോടുകൂടെ ഭഗവാനെ നോക്കുന്നത്. പിന്നെ ഭരതന്റെ എനിക്ക് കൂടുതൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് ആദിശേഷനാണ് ലക്ഷ്മണനായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ ഭരതനും ശത്രുഘ്നനും ശംഖവും ഗദയോ ആണോ? അല്ല, അങ്ങനെ എന്തോ ആണ് പറയുന്നത്. അപ്പൊ ഈ സംരക്ഷണത്തിനെയും അതുപോലെ തന്നെ ശിക്ഷയെയും
ശക്തിയെയും ഒക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഉദ്ദേശിച്ചത് അല്ലെ? രൂപ ചേച്ചി? അല്ല, ഞാൻ അങ്ങനെയില്ല, അങ്ങനെ ശബ്ദത്തിനെ പഞ്ചഭൂതങ്ങളെ സൂചിപ്പിക്കുന്ന എന്നുള്ളൊരു അർത്ഥത്തിൽ കേട്ടുള്ളൂ. ചക്രം എന്ന് പറയുന്നത് കാലത്തിന്റെ ഗതി അങ്ങനെയൊക്കെയാന്ന് ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ളത്. എന്താ കറക്റ്റ് ആയിട്ട് അറിയില്ല. അങ്ങനെയാണ്. ഓക്കെ. ഇതില് പല പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം. ഈ ഭാഗത്ത് വരുമ്പോൾ ആചാര്യന്മാർ അതിനെ വേറൊരു ഭംഗിയായിട്ടുള്ള രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ മിക്കവാറും ഈശ്വരന്മാരെയൊക്കെ നോക്കുന്ന സമയത്ത് പത്മം കയ്യിലുണ്ടാവും അല്ലെ? പത്മം ഒന്നുകിൽ താമരയിൽ ഇരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ താമര കയ്യിൽ പിടിച്ചിട്ടുണ്ടാവും. ഇതെന്താണ് ഈ താമര എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു ശാന്തിയെ, നിരന്തരമായിട്ടുള്ള ശാന്തിയൊക്കെ സൂചിപ്പിക്കുന്നതാണ് താമര എന്ന് പറയുന്നത്. അത് അറിവിനെയൊക്കെ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ശാന്തി ആണ് താമരയിലൂടെ പറയുന്നത്. അപ്പോ ശംഖം എന്ന് പറയുന്നത് ധർമ്മബോധത്തിന്റെ, നമ്മുടെ ചിന്മയാനന്ദ സ്വാമിയുടെ ബുക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിലും വിവരിച്ചിരിക്കുന്നത് ധർമ്മബോധത്തിന്റെ മുഴക്കം, അതാണ് ശംഖം സൂചിപ്പിക്കുന്നത് എന്നാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് എപ്പോഴും നമുക്ക് ആ ശംഖധ്വനി കേൾക്കാൻ വേണ്ടി സാധിക്കും. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും. ധർമ്മം ഇതാണ് എന്ന് നമ്മളോട് പറയുന്ന നമ്മുടെ ഉള്ളിലെ ശബ്ദത്തിനെ സൂചിപ്പിക്കാനാണ് ശംഖം എന്ന് പറയുന്നത്. ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നാറുള്ളത്, ഓംകാരത്തിന്റെ ശബ്ദം ശംഖത്തിലൂടെ വരുന്നു. അത് പ്രപഞ്ചത്തിന്റെ നാദമായിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അങ്ങനെ പറയുമല്ലോ നമ്മള്, ഓം എന്നുള്ള ശബ്ദം പ്രപഞ്ചത്തിന്റെ ശബ്ദമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ കൺസിഡർ ചെയ്യാം. പക്ഷെ നമ്മളെ സംബന്ധിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളില് നമ്മളോട് ധർമ്മത്തിന്റെ മുഴക്കം, ഇതാണ് ധർമ്മബോധം, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ എപ്പോഴാണോ ഡിസ്റ്റർബ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത് അന്ന് നമുക്ക് മനസ്സിലാക്കാം യഥാർത്ഥത്തിൽ നമ്മൾ ആ ശബ്ദത്തെ ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നുണ്ട്. അതാണ് എങ്ങനെയാണ് നമ്മൾ ധർമ്മത്തിന്റെ മുഴക്കത്തെ, ധർമ്മം ഇതാണ് എന്ന് നമ്മളോട് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. നമ്മളെ മൂഡിനെ, ഇമോഷനെ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്റ്റർബ്ഡ് ആണ്, സങ്കടം വരുന്നുണ്ട്, ദേഷ്യം വരുന്നുണ്ട്, പ്രശ്നം വരുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം നമ്മൾ അത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്. അങ്ങനെയാണ് ആചാര്യന്മാർ പറഞ്ഞു തരുന്നത്. അപ്പൊ അതാണ് ശംഖം എന്ന് പറയുന്നത്. അത് ശ്രദ്ധിക്കുന്ന ആൾക്കാരെ ഭഗവാൻ അനുഗ്രഹിക്കുന്നതാണ് പത്മം ഉപയോഗിച്ച്. അതായത് ശാന്തിയും സമാധാനവും ഒക്കെ കൊടുക്കുന്നു, അറിവ് കൊടുക്കുന്നു. അവർക്ക് അത് വരദാനമായിട്ട് കിട്ടുന്നു. ഇനി അത് കേൾക്കാതിരിക്കുന്ന സമയത്ത് ഇടക്ക് നമുക്കുണ്ടാവുന്ന ചില പണിഷ്മെന്റ് ആണ് ഗത കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോ രണ്ടെണ്ണമൊക്കെ അതിനെ കൊണ്ടൊക്കെ തരും. അപ്പോ അത് കഴിഞ്ഞാലും നമ്മള് കേൾക്കില്ല. നമ്മൾ പരാതി പറഞ്ഞാൽ എന്നെ അടിച്ചു, അവിടെ വേദന എടുക്കുന്നു, ഇവിടെ വേദന എടുക്കുന്നു എന്ന് പറഞ്ഞ് പിന്നെയും ദേഷ്യമായി, പ്രശ്നമായി, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാലചക്രമാണ് പിന്നീടുള്ളത്. അതാണ് ചക്രം എന്ന് പറയുന്നത്. കാലക്രമേണ പണി വരണ്ടെടുത്ത് കിട്ടിക്കോളൂ എന്ന് പറയും. അങ്ങനെ നമുക്ക് അതിനെ ചിന്തിക്കാൻ വേണ്ടി സാധിക്കും. നമ്മള് ചക്രം എന്ന് പറയുന്നത് സുദർശനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുദർശനാണ്, അല്ലാണ്ട് അവിടെ ഭീകരദർശനം എന്നല്ല ചക്രത്തിനെ വിളിച്ചിരിക്കുന്നത്. സുദർശനം എന്നാണ് വിളിച്ചിരിക്കുന്നത്. നമ്മളെ നേർവഴിക്ക് നയിക്കാൻ കെൽപ്പുള്ളതാണ് സുദർശന ചക്രം എന്നും വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോ നല്ലത് കാട്ടിത്തരുന്ന, ജ്ഞാനത്തെ കാട്ടിത്തരുന്ന സംഭവമാണ് എന്നും പറയുന്നു. അപ്പൊ സമയമെടുക്കും, കാലമുണ്ടാവും. കാലചക്രത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സുദർശനം ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നു. എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പ്രപഞ്ചം മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം ചക്രം പോലെയാണ് എന്ന് നമുക്കറിയാം. എല്ലാം സ്പിന്നിങ് ആണ് സംഭവങ്ങൾ മുഴുവൻ. അപ്പോൾ അങ്ങനെയൊക്കെ സൂചിപ്പിക്കാനാണ് ചക്രം കാണിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ നോക്കൂ, ഇത് ഈ ഒരു ചിത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നെയാണ്. പ്രപഞ്ചത്തിന്റെ വ്യാപ്തിയും ഒക്കെ അറിയുന്നതിന് മുന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിശ്വരൂപത്തിന്റെ വിശദീകരണവും വിഷ്ണു എന്നുള്ള സങ്കല്പത്തിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമ്മുടെ ആചാര്യന്മാർക്ക് അന്ന് ഉണ്ടായിരുന്ന പ്രപഞ്ച സങ്കല്പത്തെക്കുറിച്ച് ഒന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി, എത്ര ആഴത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ഇന്ന്
ഇന്നലെ എങ്ങാണ്ട് ഒരു ഫോട്ടോ കണ്ടു. ഏതോ ഒരു എന്താണ് ദൂരദർശിനി ഉപയോഗിച്ചിട്ട് 4 ഗാലക്സീസ് കൂടിച്ചേർന്നിട്ട് ഒരു വലിയ ഗാലക്സി ആയി തീരുന്നത് അതിന്റെ ഒരു ചിത്രം സയന്റിസ്റ്റുകൾ വാച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അധികം വൈകാതെ വലിയൊരു ഗാലക്സി ആയിട്ട് മാറും എന്ന്. 4 ഗാലക്സീസ്. അപ്പൊ എത്രയോ കോടാനുകോടി പ്രകാശവർഷം അകലെ നടക്കുന്ന ഒരു സംഭവമാണ് അവർ വാച്ച് ചെയ്യുന്നത്. അപ്പൊ ഇത് അനാദി മധ്യാന്തമായിട്ടുള്ള അനന്തരൂപമാണ്, അത് മുഴുവൻ പ്രകാശപൂരിതമാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. എല്ലാത്തിനെയും പ്രകാശിപ്പിക്കാനുള്ള കഴിവുള്ള ഒരു സംഗതി എന്താണോ അതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കുക, എങ്ങനെയാണ് ഇത്രയും കാലം മുന്നേ അവർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവുക? അന്ന് ദൂരദർശിനിയും ഇല്ല, മൈക്രോസ്കോപ്പും ഇല്ല, ടെലസ്കോപ്പും ഇല്ല, ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു കാലത്താണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് പറയും ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചത് കപ്പലും എടുത്തിട്ട് വട്ടം കറങ്ങിയ മേഖലയാണ്. പക്ഷെ ദയനീയ അവസ്ഥ എന്താന്ന് വെച്ചാൽ ഇതൊന്നും നമ്മളെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ സയൻസ് ആയിരുന്നു ഇതൊക്കെ. നമ്മുടെ നാട്ടില്, നമ്മുടെ രാഷ്ട്രത്തില് വികസിച്ചു വന്ന ശാസ്ത്രബോധവും അതിൻ്റെ എഴുത്തും വിശദീകരണവുമാണ് ഭഗവത്ഗീതയിലും ഉപനിഷത്തിലും വേദങ്ങളിലും ഒക്കെ കാണുന്നത്. പക്ഷെ ബാക്കി എല്ലാവർക്കും മതം ഉള്ളതുകൊണ്ട് അപ്പൊ ഇത് നിങ്ങളുടെ മതമാണെന്നും പറഞ്ഞിട്ട് നമ്മുടെ മേലെ ഇത് അടിച്ചേൽപ്പിച്ചു. എന്നിട്ട് ഇതൊന്നും എവിടെയും പഠിപ്പിക്കാൻ പാടില്ല എന്ന് നമ്മളോട് പറയാൻ തുടങ്ങി. അതാണ് നമ്മുടെ ഒരു പരിതാപകരമായിട്ടുള്ള അവസ്ഥ. നമ്മുടെ നാട്ടില് വളർന്നു വന്ന ഇത്തരം ചിന്തകളെ നമ്മൾ എവിടേക്കോ മറന്നുപോയി. എന്നിട്ട് പലരും വിദേശികളായിട്ടുള്ളവർ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് പല കാര്യങ്ങളും ചെയ്തപ്പോൾ നമ്മൾ അതിന്റെ പിന്നാലെ നമ്മൾ പോകാൻ വേണ്ടി തുടങ്ങി. എല്ലാ പ്രധാനപ്പെട്ട സയന്റിസ്റ്റുകളും എടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ ഭഗവത്ഗീതയൊക്കെ വായിച്ചിട്ടുണ്ട്. ഐൻസ്റ്റീൻ ഒരു കഥയുണ്ട്, ഇവിടുന്ന് ആരോ കാണാൻ വേണ്ടി പോയ സമയത്ത് ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടോ ചോദിച്ചപ്പോൾ നോ 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 ഐ എം നോട്ട് എ റിലീജിയസ് പേഴ്സൺ എങ്ങാണ്ട് അയാൾ പറഞ്ഞു. അല്ലല്ല ഞാൻ വായിക്കാറുണ്ട് ഭഗവത്ഗീത എന്ന് ഐൻസ്റ്റീൻ പറഞ്ഞു എന്നും അവിടെ ലൈബ്രറി നിർത്തി കാണിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നു. നമ്മള് ഓപ്പൻഹൈമറിന്റെ സിനിമ കണ്ടവർക്ക് അറിയാം, ഭഗവത്ഗീത അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അതില് ആറ്റം ബോംബ് സ്ഫോടനം നടക്കുന്ന സമയത്ത് ചൊല്ലിയ ശ്ലോകവും പിന്നീട് ആറ്റം ബോംബ് കൊണ്ടിട്ട് ജപ്പാനിലിട്ട സമയത്ത് ചൊല്ലി എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളും, കാലോസ്മി ലോകക്ഷയകൃത പ്രവൃദ്ധം എന്നിട്ടുള്ള ശ്ലോകം ചൊല്ലി എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത് പലരും വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഐൻസ്റ്റീന്റെ പല തിയറീസിനും പ്രചോദനമായിട്ടുണ്ടാവേണ്ടത് നമ്മുടെ ഭഗവത്ഗീത ആയിരിക്കാം എന്ന് നമുക്ക് പറയാനേ പറ്റുള്ളൂ. ഇതെവിടെയും പോയി പ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സിലെങ്കിലും അടുത്ത നമ്മുടെ തലമുറയ്ക്കെങ്കിലും നമ്മളിത് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അതൊന്നും ചെയ്തില്ലെങ്കിലും നഷ്ടമൊന്നും വരാനൊന്നുമില്ല. ഓക്കെ, നമുക്ക് ആ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. ചിഞ്ചു ഒന്ന് ചൊല്ലാമോ? ഒന്ന് ചൊല്ലിക്കോളൂ, തനിയെ ചൊല്ലിക്കോളൂ. എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. കിരീടിനം ഗദിനം ചക്രിണം ച തേജോരാശിം സർവതോ ദീപ്തിമന്ദം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് ദീപ്താനലർക്കാദ്യുതിതപ്രമേയം. ദീപ്ത അനല അർക്കദ്യുതിം അപ്രമേയം. ദീപ്താനല അർക്കദ്യുതിം അപ്രമേയം. ഓക്കെ, അരുൺജി. കിരീടിനം ഗദിനം ചക്രിണം ച തേജോരാശിം സർവതോ ദീപ്തിമന്ദം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് ദീപ്താനലാർക്കദ്യുതിമപ്രമേയം. ഓക്കെ, ജിതേശി. കിരീടിനം ഗദിനം ചക്രിണം ച തേജോരാശിം സർവതോ ദീപ്തിമന്ദം പശ്യാമി ത്വാം ദുർനിരീക്ഷം സമന്താത് ദീപ്താനലാർക്കദ്യുതിമപ്രമേയം.
ഓക്കെ, വസുന്ധര ചേച്ചി. किरीटिनां गदिनं चक्रिणं च तेजोराशिं सर्वतो दीप्तिमन्तं पश्यामि त्वां दुर्निरीक्ष्यं समन्तत् दीप्तानलर्काद्युतिमप्रमेयम्. ഓക്കെ, അപ്പോ അത് കഴിഞ്ഞിട്ട് ഒരു ഭഗവാനെ സ്തുതിക്കുന്ന ഒരു ഭാവത്തിലേക്ക് അർജുനൻ മാറുകയാണ്. അതാണ് 18ാമത്തെ ശ്ലോകത്തിൽ വരുന്നത്. ഇതിലേക്ക് പോകുന്നതിന് മുന്നേ അധ്യാത്മാനന്ദ സ്വാമികൾ കുറെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ ഭാവനയെ കുറിച്ച്, നമുക്ക് എങ്ങനെയാണ് പലതിനെയും വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതിനെ കുറിച്ച്, ഒരു കലാകാരന്റെ ചിന്തകൾ എങ്ങനെയൊക്കെ ആയിരിക്കും പോവുക എന്നുള്ളതിനെ കുറിച്ച്, അതുപോലെ നമുക്ക് ഇതൊക്കെ വിഷ്വലൈസ് ചെയ്യാനും പകർത്താനും നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാനും സാധിക്കണം എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അത് അത്ര അങ്ങോട്ടേക്ക് പോകുന്നില്ല. എന്തായാലും 18ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ജിത്തുജി 18ാമത്തെ ശ്ലോകം ചൊല്ലിത്തരാം. ത്വമക്ഷരം പരമം വേദിതവ്യം त्वमक्षरं परमं वेदितव्यं ത്വമസ്യ വിശ്വസ്യ പരം നിധാനം त्वमस्य विश्वस्य परं निदानम् ത്വമവ്യയ ശാശ്വത ധർമ്മഗോപ്താ त्वमव्यय शाश्वत धर्मगोप्ता സനാതനസ്ത്വം പുരുഷോ മതോ മേ. सनातनस्तं पुरुषो मदो मे. നിർമ്മൽ ജി. ത്വമക്ഷരം പരമം വേദിതവ്യം त्वमक्षरं परमं वेदितव्यं ത്വമസ്യ വിശ്വസ്യ പരം നിധാനം त्वमस्य विश्वस्य परं निधानं ത്വമവ്യയ ശാശ്വത ധർമ്മഗോപ്താ त्वमव्ययशाश्वतधर्मगोप्ता സനാതനസ്ത്വം പുരുഷോ മതോ മേ. सनातनस्त्वं पुरुषो मतो मे. രൂപചേച്ചി. ത്വമക്ഷരം പരമം വേദിതവ്യം त्वमक्षरं परमं वेदितव्यं ത്വമസ്യ വിശ്വസ്യ പരം നിധാനം त्वमस्य विश्वस्य परं निदानं ത്വമവ്യയ ശാശ്വത ധർമ്മഗോപ്താ त्वमव्ययशाश्वतधर्मगोप्ता സനാതനസ്ത്വം പുരുഷോ മതോ മേ. सनातनस्त्वं पुरुषो मतो मे. ത്വം അങ്ങ് അക്ഷരം പരമം വേദിതവ്യം ത്വം അസ്യ വിശ്വസ്യ പരം നിധാനം ത്വം അവ്യയഃ ശാശ്വത ധർമ്മഗോപ്താ സനാതനഃ ത്വം പുരുഷഃ മതഃ മേ. എല്ലാം ത്വം 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 എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങ് മുന്തിരിവടികൾ. ത്വം അക്ഷരം, അങ്ങ് അക്ഷരമാകുന്നു. ക്ഷരം ഇല്ലാത്തതാണ് അക്ഷരം. അങ്ങ് അക്ഷരമാകുന്നു, നാശമില്ലാത്തതാണ് അങ്ങ്. പരമം, അങ്ങ് തന്നെയാണ് പരമമായിട്ടുള്ള തത്വം എന്ന് പറയപ്പെടുന്നത്. അങ്ങാണ് പരമമായിട്ടുള്ള തത്വം. വേദിതവ്യം, അങ്ങ് അറിയപ്പെടേണ്ടതാണ്. എന്താണോ അറിയണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത്, എല്ലാവരും അറിയേണ്ടതായിട്ട് എന്തുണ്ടോ അതാണ് അങ്ങ്. വേദിതവ്യം, അങ്ങ് അറിയപ്പെടേണ്ടതായിട്ടുള്ള പരമതത്വമാണ് എന്നും നമുക്ക് എടുക്കാം. വേദിതവ്യം, അറിയപ്പെടേണ്ടതാണ് അങ്ങ്. പരമപുരുഷാർത്ഥമാണ് അങ്ങ്. അതാണ് എല്ലാവരും നേടാൻ വേണ്ടി ശ്രമിക്കുന്നത്. ത്വം അസ്യ വിശ്വസ്യ പരം നിധാനം, അങ്ങ് ഈ സർവ വിശ്വത്തിന്റെയും പരമമായിട്ടുള്ള നിധാനമാണ്. സർവ വിശ്വത്തിന്റെയും പരമമായിട്ടുള്ള ആശ്രയസ്ഥാനമാണ് അങ്ങ്.
ആ രൂപം കണ്ടു കഴിഞ്ഞ് ഇത് എങ്ങനെയാ പിന്നെ സ്തുതിക്കാണ്ടിരിക്കുക എന്ന് ആലോചിച്ചു. ത്വം അവ്യയ, അങ്ങ് അവ്യയനാണ്, ഒരു തരത്തിലും അതിനകത്തുനിന്നും കുറയാത്തത്, ഒന്നും ഒരു കുറവും സംഭവിക്കാത്തതാണ്, ഒരു തരത്തിലുള്ള വ്യയവും സംഭവിക്കാത്തതാണ് അങ്ങ്. ശാശ്വത ധർമ്മഗോപ്ത, ശാശ്വതമായിട്ടുള്ള ധർമ്മത്തെ സംരക്ഷിക്കുന്നവനാണ് അങ്ങ്. സനാതന ധർമ്മ സംരക്ഷകനായിട്ടുള്ള ആള് അങ്ങാണ്. അങ്ങ് തന്നെയാണ് സനാതനഹത്വം, അങ്ങ് തന്നെയാണ് സനാതനനായിട്ടുള്ളത്, ഒരിക്കലും ഇല്ലാതാത്ത, എപ്പോഴും നിലനിൽക്കുന്ന, നിരന്തരം നിലനിൽക്കുന്ന, ഒരിക്കലും നാശമില്ലാത്തതാണ് സനാതനം എന്ന് പറയുന്നത്. സനാതനഹത്വം, അങ്ങ് സനാതനനാണ്. പുരുഷ, സനാതനായിട്ടുള്ള പുരുഷൻ, സനാതനായിട്ടുള്ള പുരുഷത്വം. മതോ മേ മത, ഇതാണ് എൻ്റെ മതം, എൻ്റെ അഭിപ്രായം, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസം ഇതാണ് എന്നാണ് പറയുന്നത്. എന്താണ് നമ്മുടെ മതം? ഇതാണ് സനാതനം എന്ന് പറയുന്നത്. ഇതാണ് ഈശ്വരൻ എന്നുള്ള വിശ്വാസമാണിത്. ഈ വിശ്വാസത്തിൽ എത്തിച്ചേരാൻ വേണ്ടി എന്തൊക്കെ മാർഗങ്ങളിലൂടെ നമ്മൾ പോകുന്നുണ്ടോ അത് മുഴുവൻ സനാതന ധർമ്മത്തിന്റെ ഭാഗമാണ്. അതിനെ സംരക്ഷിക്കുന്ന ആളാണ് സനാതന ധർമ്മ ഗോപ്ത എന്ന് പറയുന്നത്, ശാശ്വത ധർമ്മഗോപ്ത എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള ഉപാധികളാണ് ശംഖും പത്മവും ചക്രവും ഗദയും ഒക്കെ. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന ശംഖ്, ചക്ര, ഗദാ, പത്മങ്ങളൊക്കെ ഉപയോഗിച്ച് ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? ഈ ശാശ്വതമായിട്ടുള്ള ധർമ്മത്തെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. സനാതന ധർമ്മത്തെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് സകലയിടത്തും നിറഞ്ഞു നിന്നുകൊണ്ട് എല്ലാത്തിനെയും ശോഭിപ്പിച്ചുകൊണ്ട് നമ്മളേക്ക് അനുഗ്രഹിക്കുന്ന സാക്ഷാൽ പരമ്പൊരുളായിട്ടുള്ള ശക്തി എന്താണോ അതാണ് ഭഗവാൻ നാരായണൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് സനാതന ധർമ്മത്തെ ഒരിക്കലും നശിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് നമ്മൾ പറയും. നമ്മുടെ മതം എന്ന് പറയുന്നത് ഇതാണ്. അർജുനന്റെ മതം എന്താണ്? ഇതാണ്. ഈ സനാതന ധർമ്മത്തിലുള്ള വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ വിശ്വാസം. എന്താണ് നിങ്ങളുടെ വിശ്വാസം? എൻ്റെ വിശ്വാസം ഇതാണ്. എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന, എല്ലാത്തിനെയും ശോഭിപ്പിക്കുന്ന പരമമായിട്ടുള്ള ചൈതന്യമാണ് ഈശ്വരൻ. അതിന് എന്ത് പേരിട്ടിട്ടും നമുക്ക് വിളിക്കാം. ദുർഗ എന്ന് വിളിക്കാം, ശക്തി എന്ന് വിളിക്കാം, ലക്ഷ്മി എന്ന് വിളിക്കാം, സരസ്വതി എന്ന് വിളിക്കാം, അയ്യപ്പൻ എന്ന് വിളിക്കാം, ഗണപതി എന്ന് വിളിക്കാം. എന്ത് പേരിട്ടിട്ടും നമുക്ക് ആ ചൈതന്യത്തെ നമുക്ക് വിളിക്കാം. ഓരോ ആളും നോക്കുന്ന രീതിയിലുള്ള വ്യത്യാസം. ഒരേ ആള് തന്നെ എങ്ങനെയാണോ ഒരാൾക്ക് അച്ഛനാവുന്നത്, മറ്റൊരാൾക്ക് ഭർത്താവാവുന്നത്, വേറൊരാൾക്ക് സുഹൃത്താവുന്നത്, മറ്റൊരാൾക്ക് അധ്യാപകനാവുന്നത്, അല്ലെ? ഒറ്റൊരാളായിരിക്കും. അയാള് സ്വന്തം മകൻ എന്താണ് വിളിക്കുക? അച്ഛാന്ന് വിളിക്കും. ആ മകന് അയാളോട് തോന്നുന്ന വികാരം അച്ഛനോടുള്ള വികാരമാണ്. അയാളുടെ രൂപം ഒന്ന് തന്നെ ആയിരിക്കും, പക്ഷെ എല്ലാം വ്യത്യാസമായിരിക്കും. ആ കുട്ടിക്ക് അച്ഛനോട് തോന്നുന്ന വികാരം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതേ ആളോട് ഭാര്യക്ക് തോന്നുന്ന വികാരം എന്താണ്? വേറെ ഒന്നാണ്. അയാളുടെ അച്ഛന് അയാളോട് തോന്നുന്ന വികാരം എത്ര വലുതായി കഴിഞ്ഞാലും നീ എൻ്റെ കുട്ടിയാണ് എന്നുള്ള വിചാരത്തിലാണ് കാണുക. മോനെ എന്നാണ് വിളിക്കുന്നത് ഉണ്ടാവുക. അയാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി സ്കൂളിൽ അധ്യാപകനാണെങ്കിൽ കുട്ടികൾക്ക് അത് മാഷാണ്. ഹെഡ് മാസ്റ്റർ ആണെങ്കിൽ സാറേ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ടീച്ചർമാരൊക്കെ പോയിട്ട് അയാളുടെ അടുത്താണ് പോയി നിൽക്കുക. ഒരേ ആളാണ്. അയാള് ആ സ്ഥലത്തെ പ്രധാനപ്പെട്ട എന്തെങ്കിലും സോഷ്യൽ വർക്കർ ആണെങ്കിൽ ബാക്കിയുള്ളവർ അയാളെ കാണുന്നത് വേറെ രീതിയിലാണ്. ഇതുപോലെയാണ് ഈശ്വരൻ നമ്മൾ വേറെ 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 പേരുകൾ ഇട്ട് വിളിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മതം എന്ന് പറയുന്നത് ഇതാണ്. അതിനെ അള്ളാഹു എന്ന് വിളിച്ചു കഴിഞ്ഞാലും, യഹോവ എന്ന് വിളിച്ചു കഴിഞ്ഞാലും, യേശു എന്ന് വിളിച്ചു കഴിഞ്ഞാലും, ഇനി ഈ പറഞ്ഞ് എന്ത് പേരിട്ട് വിളിച്ചു കഴിഞ്ഞാലും ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ആ ഈശ്വരൻ എങ്ങനെയാണ്? സർവ്വതിനും ശോഭിക്കാൻ വേണ്ടിയിട്ടുള്ള, സർവ്വതിനെയും നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ചൈതന്യമായിട്ട് എല്ലാത്തിൻ്റെയും പിറകില് ഇത് വർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനത്തെ നമ്മളോട് വന്നിട്ട് നിന്റെ ഈശ്വരൻ ഈശ്വരനല്ല, എൻ്റെ ഈശ്വരനാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയും? അവിടെയാണ് നമ്മുടെ പ്രശ്നം. കഴിഞ്ഞ ദിവസം നടന്ന സംഭവം തന്നെ ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കുകയായിരുന്നു.
തിരുവനന്തപുരം നഗരസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ദേവിയുടെ പേരിൽ, ആറ്റുകാൽ അമ്മയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതും അയ്യപ്പന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതും ഒക്കെ രണ്ടാമതും സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അള്ളാഹുവിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ഒരു പ്രശ്നമില്ല. അപ്പൊ എന്താണ് നമ്മുടെ ഈശ്വര സങ്കല്പം എന്താണെന്ന് മനസ്സിലാകാതെ ആണോ ഇതൊക്കെ സിസ്റ്റം പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു സംശയമാണ്. നമുക്കതിന് എന്ത് പേരിട്ടിട്ടും വിളിക്കാമെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നവരാണ് നമ്മൾ. അപ്പൊ നമ്മുടെ പൊളിറ്റിക്സ് പറയാമെന്ന് വിചാരിക്കരുത്. ഞാൻ ഇന്നലെ നമ്മുടെ ജയരാജൻ, കണ്ണൂരെ ജയരാജന്റെ പോസ്റ്റ് കണ്ടു. ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിച്ചിരിക്കുകയാണ്, ഒന്നുകിൽ ദൈവനാമത്തിലോ അല്ലെങ്കിൽ ഈശ്വരനാമത്തിലോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമത്തിലോ സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ് നിയമപരമായി ശരി. അപ്പൊ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നത് പല പേരിലാണ് വിളിക്കുന്നതെന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഏത് പേരിൽ വേണമെങ്കിൽ വിളിക്കാം. അപ്പൊ ഇതെങ്ങനെയാണ് ശരിയാവുന്നത്? ഇപ്പൊ കോടതിക്ക് തെറ്റുപറ്റിയതാണോ, അല്ല നമ്മുടെ സിസ്റ്റത്തിന് തെറ്റുപറ്റിയതാണോ, അല്ല നമ്മുടെ ബോധത്തിന് വന്ന തെറ്റാണോ, അറിയില്ല. അപ്പൊ ഇവിടെ ഒരു വലിയൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരണം. എന്താണ് സനാതനധർമ്മം എന്ന് പറയുന്നത്? സനാതനധർമ്മം നിലനിൽക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എപ്പോഴെപ്പോഴൊക്കെയാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത്, അധർമ്മത്തിന് അഭ്യുത്ഥാനം സംഭവിക്കുന്നത്, അന്നൊക്കെ ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടും അധർമ്മത്തിനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടും ഹേ പാർത്ഥ അർജുന ഞാൻ ഈ ഭൂമിയിൽ അവതരിക്കും. നമുക്കൊരു റിലീജിയന്റെ ആവശ്യമേ ഇല്ല, നമുക്കൊരു അമ്പലത്തിന്റെ ആവശ്യമേ ഇല്ല, ഒന്നുമില്ല. നമ്മള് വസുന്ധര ചേച്ചി ഇവിടെ നമ്മുടെ കുറെ നാളായിട്ട് ലീവ് എടുക്കുന്നതിന് മുന്നേ ഡിസ്കസ് ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു, ഹംപിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. എനിക്കത് ഇന്ന് ഓർമ്മ വരികയാണ്. ഹംപി എന്നുള്ള ഒരു പ്രദേശത്ത് ആരൊക്കെ പോയിട്ടുണ്ട് ഹംപിയിലൂടെ? നമ്മുടെ പഴയ കിഷ്കിന്ത. അത് ഞാൻ ഒരു 3 ദിവസം അവിടെ താമസിച്ച് ഹംപി വിസിറ്റ് ചെയ്തിട്ട് വളരെ 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 എന്താ പറയാ, ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് കണ്ടുപോയ ഒരു സ്ഥലമാണ് ഹംപി എന്ന് പറയുന്നത്. അവിടെ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ വസുന്ധര ചേച്ചിയുടെ ആൻസിസ്റ്റേഴ്സ് ഹംപി എന്നുള്ളവരാണ്. അപ്പോ ഞാൻ അവിടെ പോയിട്ട് ഇത് പലതും വായിച്ച് ഞാൻ അവിടെ ഇങ്ങനെ കറങ്ങി നടന്ന് ഒരു ക്ഷേത്രം, തകർന്ന ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ പോയി ഇങ്ങനെ നിന്നിട്ട് ശരിക്കും പറഞ്ഞാൽ കണ്ണിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോ ഞാനും ശ്രീഷ്മയുണ്ട്, ഞങ്ങൾ രണ്ടുപേരുണ്ട്, എൻ്റെ ഒരു സുഹൃത്തും കൂടി ഉണ്ടായിരുന്നു. അപ്പോ ഒരാൾ വന്നിട്ട് പുറത്തിങ്ങനെ തട്ടിയിട്ട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്, ഞെട്ടിപ്പോയോ കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് മലയാളത്തിലാണ് ചോദിക്കുന്നത്. അപ്പൊ ആള് കുറെ യൂറോപ്യൻസിന്റെ കൂടെയുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് അത്ഭുതം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആള് പറഞ്ഞു, നമ്മുടെ നാട്ടിലെ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയാണ്, ഇതിന്റെ ഹിസ്റ്ററി അദ്ദേഹം എനിക്ക് പറയായിരുന്നു. ഞാൻ വായിച്ചിട്ടും ഉണ്ടായിരുന്നു, പക്ഷെ ആള് പറയുമ്പം കാരണം ഇയാൾ അവിടെ ഇത് കണ്ട് ആകൃഷ്ടനായി ഇവിടത്തേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മുഴുവൻ സമയം നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് അയാൾ അരച്ച് കലച്ച് കുടിച്ചിരിക്കുന്ന തിരുവനന്തപുരംകാരനാണ് അദ്ദേഹം. അപ്പൊ അയാള് പറയാണ്, 3 ഭാഗത്തു നിന്ന് ആക്രമിച്ചിട്ടാണ് ഈ നഗരം തകർത്തത്, വിജയനഗര സാമ്രാജ്യം തകർത്തത്. ഒഡീഷയിൽ നിന്നുള്ള സുൽത്താൻമാരും ഹൈദരാബാദ് സുൽത്താൻമാരും മൈസൂരിൽ നിന്നുള്ള സുൽത്താൻമാരും കൂടെ ഒരുമിച്ച് വന്ന് ആക്രമിച്ചിട്ട് തകർത്തതാണ്. ഹംപി എന്നുള്ള നഗരം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്, മെയിൻ ആയിട്ടുള്ള ബിൽഡിംഗ് പാർട്ടുകളൊക്കെ ഉണ്ടാക്കിയിരുന്നത് ചന്ദനവും തേക്കും ഉപയോഗിച്ചിട്ടാണ്. അതൊന്നും ഇപ്പൊ അവിടെ ഇല്ല. കല്ലുകൊണ്ടുള്ള അവശിഷ്ടങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ, തറ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി മുഴുവൻ ക്ഷേത്രങ്ങളും അതും ഇത് മുഴുവൻ കത്തിച്ചു കളഞ്ഞിട്ടുണ്ട്. ഏകദേശം 5-6 മാസം നിന്ന് കത്തിയിട്ടാണ് ഈ നഗരം മുഴുവൻ കത്തിച്ചു തീർക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അവിടെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ പോലും അവിടെ ബാക്കി വെക്കാതെയാണ് ഈ നഗരം തകർത്തത്. ഒന്ന് ആലോചിച്ച് നോക്കുക. കൃഷ്ണദേവരായർക്ക് ശേഷം അദ്ദേഹത്തിന്റെ മക്കൾ വന്ന സമയത്ത് കുറച്ച് വീക്കായിരുന്നു, എന്നിട്ടും ആക്രമിച്ച് തോൽപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് 3 ഭാഗത്തു നിന്ന് ആക്രമിച്ചിട്ട് അത് മുഴുവൻ നശിപ്പിച്ചു. അവിടെ ഒന്നും ബാക്കി വെച്ചില്ല.
അവിടുത്തെ ഒരു ജീവൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ പോലും ബാക്കി വെച്ചില്ല. അവിടെ ഉള്ളവർ കുറെ പേര് പലായനം ചെയ്തു പോയി. ആ പലായനം ചെയ്തു പോയതിന്റെ കണ്ണീടെ ഒരു ഭാഗമാണ് വസുന്ധര ചേച്ചി. ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിട്ട് ഇത് കാണണം. എഗെയിൻ ആ ക്ഷേത്രങ്ങളും അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളും അവിടെ നിലനിന്ന മുഴുവൻ തകർത്തിട്ടും വസുന്ധര ചേച്ചി ഇവിടെ വന്നിരുന്നിട്ട് ഭഗവത്ഗീത പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. നളന്തയും തക്ഷശിലയും വിക്രമശിലയും ഒക്കെ നശിപ്പിച്ച് കത്തിച്ച് തീർത്തതിന് ശേഷവും ഇന്നും നമ്മുടെ ഗ്രന്ഥങ്ങൾ ആവശ്യമുള്ളത് മുഴുവൻ നമ്മുടെ കയ്യിൽ നിൽക്കുന്നു. അപ്പൊ സനാതനം എന്ന് പറയുന്നത് ഒരിക്കലും നശിക്കാത്തതാണെന്ന് പറയാനുള്ള കാരണം ഇതാണ്. അതിന്റെ റീസൺ എന്താ പറയുന്നത്? പ്രകൃതിയിൽ എന്താണോ നടക്കുന്നത്, പ്രപഞ്ചത്തിൽ എന്താണോ നടക്കുന്നത്, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ശാസ്ത്രം പറയുന്നതും സനാതന ധർമ്മത്തെക്കുറിച്ചാണ്. സയൻസ്, ഫിസിക്സ് പറയുന്നതും സനാതന ധർമ്മത്തെക്കുറിച്ചാണ്. കെമിസ്ട്രി പറയുന്നതും സനാതന ധർമ്മത്തെക്കുറിച്ചാണ്. ബയോളജി ഒക്കെ എന്തെടുത്തു കഴിഞ്ഞാലും അത് പറയുന്നത് സനാതന ധർമ്മത്തെക്കുറിച്ചാണ്. കാരണം ഇത് എന്ത് നശിപ്പിച്ചു കഴിഞ്ഞാലും എഗെയിൻ ഇത് വളർന്നുകൊണ്ടേയിരിക്കും. മനുഷ്യന്റെ അന്വേഷണ ത്വര അത്രത്തോളം ഉണ്ട്. അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ അഭിമാനത്തോടുകൂടി നമുക്ക് ഇരിക്കുക. നമ്മൾ ഒരിക്കലും നശിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല. എത്ര നശിപ്പിച്ചു കഴിഞ്ഞാലും ഇത് പിന്നെയും പിന്നെയും മുളച്ചു പൊന്തിക്കൊണ്ടേയിരിക്കും. എല്ലാം നശിപ്പിച്ച് ശാസ്ത്രം വേണ്ട, മതം മാത്രം മതി എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് പോലും കുറച്ച് കഴിയുന്ന സമയത്ത് അതെങ്ങനെയാ ചെടി ഇങ്ങനെ പോകുന്നത്? വെളിച്ചം കാണുന്ന ഭാഗത്തേക്ക് എന്തേ ചെടി വളരുന്നു എന്ന് ഓരോ കുട്ടിയുടെയും മനസ്സിൽ തോന്നും. അവിടെയാണ് സനാതനധർമ്മം സനാതനമാണ് എന്ന് പറയുന്നത്. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഭഗവാൻ ശാശ്വത ധർമ്മ ഗോപ്താവായിട്ട് നിൽക്കുന്നതിന് ചിത്രം വരച്ച് വിവരിച്ച് തന്നിരിക്കുകയാണ്. ശംഖവും ചക്രവും ഗദാ പങ്കജവും ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഉള്ളിൽ വേണം. അപ്പൊ ഈ വിശ്വരൂപം നമ്മുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ. എല്ലായിടത്തും എല്ലാത്തിനെയും ശോഭിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഭഗവത് രൂപത്തെ കണ്ടുകൊണ്ട് അർജുനൻ ഇങ്ങനെ സ്തബ്ധനായിട്ട് രോമാഞ്ച ഭരിതനായിട്ട് നിൽക്കുകയാണ്. അതാണ് നമ്മുടെ മനസ്സിലും കുറച്ചൊക്കെ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. സങ്കല്പിക്കുക, വിഷ്വലൈസ് ചെയ്യുക, ഭാവനയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. ആ രൂപം ഇതുപോലെ കാണാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. കാരണം നമുക്ക് ദിവ്യ ചക്ഷുസ് ഭഗവാൻ തന്നിട്ടില്ല. അതുകൊണ്ട് അതിനെ പോലെ കാണാൻ വേണ്ടി നമ്മളെ ഫോഴ്സ് ചെയ്യരുത്. സങ്കല്പിക്കുക. എല്ലായിടത്തുമുള്ള ഈശ്വരനാണ് എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നത്. എല്ലാത്തിനോടും ആ ഒരു ആരാധന നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ശത്രുതാഭാവം നമ്മുടെ മനസ്സിൽ ഉണ്ടാവില്ല. നമ്മുടെ മനസ്സിൽ ശാന്തി ഉണ്ടാവും. അതുകൊണ്ട് എല്ലാത്തിനോടും ഒരുപോലെ നിന്നിരിക്കാൻ നമുക്ക് പറ്റില്ല. അത് ബുദ്ധി ഉപയോഗിച്ച് തടുക്കേണ്ടതിനെ തടുക്കാനും എതിർക്കേണ്ടതിനെ എതിർക്കാനും സംരക്ഷിക്കേണ്ടതിനെ സംരക്ഷിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് പറയുന്നത്. ശ്ലോകം ഒന്നും കൂടെ ചൊല്ലി നോക്കാം, എന്നിട്ട് കൺക്ലൂഡ് ചെയ്യാം. ലോലിത ശശി ഒന്ന് ചൊല്ലാമോ? ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരമം നിധാനം ത്വമവ്യയ ശാശ്വത ധർമ്മഗോപ്താ സനാതനസ്ത്വം പുരുഷോ മതോ മേ. ജിതേച്ചി ഒന്ന് ചൊല്ലാമോ? ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം ത്വമവ്യയ ശാശ്വത ധർമ്മഗോപ്താ സനാതനസ്ത്വം പുരുഷോ മതോ മേ. അപ്പോ നമ്മളും സനാതനന്മാരാണ്. നമുക്കും നാശമില്ല. ശരീരം മാറും, പുതിയ ശരീരത്തിലേക്ക് പോവും. അപ്പോഴും നമ്മൾ സനാതനന്മാരായിട്ടിരിക്കുകയാണ്. കാരണം ഭഗവാൻ തന്നെയാണ് നമ്മുടെ ഉള്ളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ള ബോധ്യം ഉണ്ടാവട്ടെ. വിശ്വരൂപം സങ്കല്പിക്കുന്ന സമയത്ത്, ആരാധിക്കുന്ന സമയത്ത് സാധാരണ നമ്മുടെ മുന്നിലുള്ള വിഗ്രഹത്തെ തന്നെ തൊഴുതുകൊണ്ട് അതിൻ്റെ പിറകിലെ വിശ്വ ചൈതന്യത്തെ ദർശിക്കാൻ, ശ്രദ്ധിക്കാൻ, ആലോചിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. അന്ന് വസുന്ധര ചേച്ചിയോട് സംസാരിക്കുമ്പോൾ തന്നെ തോന്നിയിരുന്നു, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പ്രാവശ്യം പോകേണ്ട ഒരു സ്ഥലമാണ് ഹംപി എന്ന് പറയുന്നത്. അതിൻ്റെ ആഴമറിഞ്ഞ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വല്ലാതൊരു അഭിമാനവും ഒരുതരം നൊസ്റ്റാൾജിയൊക്കെ നമുക്ക് അവിടെ പോകുമ്പോൾ ഫീൽ ചെയ്യും. ആ യഥാർത്ഥത്തിലുള്ള മൂഡിൽ പോയി കഴിഞ്ഞാൽ അത് ഫീൽ ചെയ്യുള്ളൂ. അതിൻ്റെ ഒരു ആഴം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ
അവിടെ ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ 2-3 മാർക്കറ്റുകളുണ്ട് അവിടെ. ഒന്ന് രത്നങ്ങളും വജ്രവും അതുപോലെ സ്വർണവും ഒക്കെ വെച്ച് വിറ്റിരുന്നതാണ്. മറ്റൊന്ന് മൃഗങ്ങൾ, ആന, കുതിര, കാള, പശുക്കളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. പിന്നെ ഒന്ന് പച്ചക്കറിയും സാധാരണ സാധനങ്ങളും ഒക്കെ വിൽക്കുന്ന ഒരു മാർക്കറ്റ്. അവിടെ രത്നങ്ങളും സ്വർണങ്ങളും അതൊക്കെ വിൽക്കുന്ന മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ അവിടെ വലിയൊരു ഭണ്ഡാരം വെച്ചിട്ടുണ്ട്. വലിയ കല്ല് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ ഒരു ടാങ്ക് പോലത്തെ ഒരു സാധനം. അതിനൊരു ചെറിയ ദ്വാരമുണ്ട്. അപ്പോ അതാണ് അവിടുത്തെ ടാക്സ് പേ ചെയ്യാനുള്ള സിസ്റ്റം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കച്ചവടം ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം അതിനകത്തേക്ക് നിക്ഷേപിച്ചിട്ട് പോവാം എന്നുള്ളതാണ്. അവിടെ ഭഗവാന് സമർപ്പിക്കുന്ന പോലെയാണ് അത് ഫീൽ ചെയ്യുക. ക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. എത്ര പേര് അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതിട്ടിട്ട് അതിൽ പോകുന്ന ഈ സംഭവം നിറയുന്ന സമയത്ത് എടുത്തിട്ട് തിരുപ്പതിയിൽ കൊണ്ടുപോകും. അങ്ങനെയാണ് തിരുപ്പതി ദേവസ്ഥാനം ഇത്രയും റിച്ചായി വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് നിറയുന്നത് കൊണ്ടു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട് എത്രത്തോളം സമ്പന്നമായിരുന്നു എന്നുള്ളത്. അതൊരു വലിയ ഒരു അഭിമാനമൊക്കെ നമുക്ക്. ഓംനാഥ്ജി ഇപ്പൊ പറയുന്നത് എനിക്ക് അതിശയമായിട്ട് തോന്നുന്നു. ബിക്കോസ് എനിക്ക് ഇപ്പൊ പറഞ്ഞത് എനിക്ക് അറിയില്ല. പക്ഷെ ഞങ്ങളുടെ കുലദൈവം തിരുപ്പതിയാണ്. കുലദൈവം എന്ന് പറയും. എനിക്ക് അതിശയമായിട്ട് തോന്നുന്നു. അതുകൊണ്ടാണ് അവിടെ നിന്ന് അങ്ങനെ നിങ്ങൾ നോക്കൂ, അത് എത്രയോ നൂറ്റാണ്ടുകൾ മുന്നേ അവിടുത്തെ തലമുറ മുഴുവൻ പോയിട്ട് അവിടെ നിന്ന് പലായനം ചെയ്ത് പോയവരുടെ തലമുറയും ഇപ്പൊ കൊണ്ട് നടക്കുന്നത് അതേ കുലദൈവത്തെ തന്നെയാണ്. അതുകൊണ്ടാണ് ആ കൃഷ്ണദേവരായരുടെ വംശം അവിടെ കൊണ്ടുപോയിട്ട് എല്ലാം സമർപ്പിക്കുന്നത്. കിട്ടിയ നിധി മുഴുവൻ അവിടെ കൊണ്ടുപോയിട്ട് സൂക്ഷിക്കുകയാണ്. ആവശ്യത്തിന് അത് ഉപയോഗിക്കാനുണ്ടാവും. പക്ഷെ ഇത് മുഴുവൻ നശിപ്പിച്ച സമയത്ത് അവിടെ ക്ഷേത്രത്തിലായതുകൊണ്ട് അത് അവിടെ നിൽക്കുന്നു. ഇതേ സംഭവം തന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തിരുവിതാംകൂർ രാജവംശത്തിലും നടക്കുന്നത്. എല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നും അതവിടെ തന്നെ ആ നിധി അതുപോലെ തന്നെ ഇരിക്കുന്നു എന്നുള്ളത് അത്ഭുതമാണ്. നമ്മുടെ മനസ്സിൽ ഇതൊക്കെ വരണം. വെറുതെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് എന്റെ കാര്യം നടത്തട്ടെ എന്ന് വിചാരിച്ച് പോകേണ്ടതിന് പകരം ഒരു തരം എന്താ പറയാ, നമുക്ക് അതും വിശ്വരൂപത്തിലാണുള്ളത്. ഈ പറഞ്ഞിരിക്കുന്ന തിരുപ്പതി ഭഗവാനാവട്ടെ പത്മനാഭസ്വാമി ആവട്ടെ ഇതെല്ലാം വിശ്വരൂപമാണ് കാണുന്നത്. മുഴുവൻ കാണാൻ പറ്റാത്തതുകൊണ്ടാണ് അത്ര 3 ദ്വാരങ്ങളിലൂടെ പത്മനാഭനെ പോയി കാണാൻ വേണ്ടി പറയുന്നത്. ഒരു അത്ഭുതമാണ് ഇതൊക്കെ. ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്നോ ഇന്നലെയോ 100 വർഷം മുമ്പോ 200 വർഷം മുന്നെയോ അല്ല. ഇതൊക്കെ മനസ്സിലേക്ക് കയറി വരട്ടെ. വിശ്വരൂപ ദർശന യോഗം പഠിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പ്രാവശ്യം ഹംപിയിലേക്കും വേണമെങ്കിൽ പോവാം. അപ്പൊ എല്ലാവർക്കും ശുഭദിനം. നമസ്തേ. 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 നമസ്തേ.